വേടൻ ഉപയോഗിച്ച ഒരു പുലിപ്പല്ല്, ആ പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനംവകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ 2 പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കെട്ടിയ പുലിപ്പല്ലു പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്: വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പോൾ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം, ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. നിലവിൽ വന്യജീവി നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ്, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ്. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും. ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ സാധ്യതയില്ല സാറേ. ഏട്ടൻ ഒരു ഉന്നത കുലജാതി ആയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അങ്ങനെ ഇടാറില്ല. അത് ഒറിജിനൽ തന്നെ ആയിരിക്കും സാറേ. ഒരു അന്വേഷണം പ്രതീക്ഷിക്കല്ലേ സാറേ? നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. നിയമം മനുഷ്യരെത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം. എന്റെ പൊന്നാർ സാറേ, ഇതൊക്കെ പറയാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇവിടെ 2 നിയമമാണ്. പൈസക്കാരനൊരു നിയമം, പാവപ്പെട്ടവന് വേറൊരു നിയമം. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഇരകൾക്ക് നീതി കിട്ടിയാൽ മതി. അതാണ് നമ്മളൊക്കെ പ്രാർത്ഥന. നടക്കോ സാറേ? All are equal before the law.